ഇപ്പോൾ പുതിയ ഇന്നത്തെ കാലത്തെ സാമൂഹ്യ സാമ്പത്തിക നയം, അതുപോലെ തന്നെ സഹകരണ നയം, കേന്ദ്ര സർക്കാരിൻ്റെ സഹകരണ നയം ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കേരള ബാങ്കിനെ ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കുന്നതിന് എന്തൊക്കെ പദ്ധതികളെ കുറിച്ചാണ് കേരള ബാങ്കിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ അങ്ങ് ആലോചിക്കുന്നത്? നമുക്കൊരു വിപുല പഠനം ആത്മാർത്ഥമായി കേരള ബാങ്ക് വലിയ തോതിൽ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങേക്ക് അറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയാം. 825 ബ്രാഞ്ച് ഒരു 2 കൂടി സ്ഥാപിക്കാൻ നമുക്ക് തനതായി കഴിയില്ല. 1000 അവിടെ നിൽക്കട്ടെ, 825 ഒരു 830 ബ്രാഞ്ചാക്കാൻ നമുക്ക് സർവ്വ സജ്ജീകരണമുണ്ട്. വാടകയ്ക്ക് മുറി കിട്ടും, റിനോവേറ്റ് ചെയ്യാൻ പണമുണ്ട്, ജീവനക്കാരുണ്ട്. റിസർവ് ബാങ്ക് ലൈസൻസ് തരില്ല. 3ാം നിലയിലിരിക്കുന്ന ഒരു ബ്രാഞ്ചിൽ ഒരു 45 വയസ്സ് കഴിഞ്ഞ് 50 വയസ്സായ ആൾ കയറിത്തില്ല എന്ന് ഓർത്തിയില്ല. സാധാരണ നിലയിൽ എന്ത് ചെയ്യണം? ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് മാറ്റണം. അവിടെ മുറി കിട്ടിയില്ലെങ്കിൽ റോഡിന് അപ്പുറത്തേക്ക് മാറ്റാം. പുതിയ കെട്ടിടം പണിയാണ്. ഇതിനൊന്നിനും പെർമിഷൻ തരാത്തൊരു സമീപനം വന്നാൽ വിപുലപ്പെടാനുള്ള ആഗ്രഹം മാത്രം പോരല്ലോ. ആഗ്രഹങ്ങൾ പരിമിതപ്പെടുന്ന അതീവ കർക്കശമായ ഇത്തരം സംഗതി ഉണ്ടല്ലോ. വല്ലാത്തൊരു കൂച്ചുവില കിടക്കുന്നുണ്ട്. പിന്നെ കേന്ദ്ര സഹകരണ പുതിയ വകുപ്പ് ഉണ്ടെന്നല്ലോ, 44ാമത്തെ വകുപ്പ് എന്നുള്ളത്. വാസ്തവത്തിൽ ആ വകുപ്പ് സഹകരണ മേഖലയുടെ പോരായ്മ രാജ്യത്ത് കണ്ട് പരിഹരിക്കാനുള്ള പരിഹാര നിർദ്ദേശങ്ങളായിട്ട് വന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. ബദൽ കേരളത്തിൻ്റെ സഹകരണ മേഖലയ്ക്ക് ബദൽ മാർഗം എന്താണെന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരു നില വന്നാലോ, ഇതിന് ബദലായി വേറൊരു സഹകരണ മേഖല കൊണ്ടുവരാൻ എന്താണ്? അതിന് ഏത് കുറ്റിച്ചോട്ടിലും സാമ്പത്തിക സ്ഥാപനം തുടങ്ങാം. 2 മാസം അത് തുറന്നിരുന്നിട്ട് ഡിപ്പോസിറ്റുമായിട്ട് ആളുകൾ അപ്രത്യക്ഷമാവുക, ഒന്നിനും ഗ്യാരണ്ടി ഇല്ലാത്തൊരു സംഗതി ഒരു ഭാഗത്ത് നടക്കുമ്പോൾ റിസർവ് ബാങ്കിൻ്റെ അനൗൺസ്മെൻ്റ് ഉണ്ടാകുന്ന ബാങ്കിങ് ഇതൊന്നും നിങ്ങൾ ഉപയോഗിക്കരുത്. പ്രൈമറി സഹകരണ ബാങ്ക് നാട് മുഴുവൻ എഴുതി വെച്ചാണത്. ആ ബാങ്കൊന്നും ഉപയോഗിക്കരുത്, ചെക്ക് ഉപയോഗിക്കരുത്. ഇതെല്ലാം ഒരു ഭാഗത്ത് വരിക. ഞാൻ പറഞ്ഞ നിക്ഷേപ ഗ്യാരണ്ടി ഒരു പൈസ പോലും നഷ്ടപ്പെടാത്തൊരു സ്ഥിതി. ഇന്ന് കേരളം അതിന് കരുപിടിപ്പിച്ചേക്കുന്ന സംഗതി ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തുണ്ടാവും. ഇന്ത്യയിൽ അതിന് സമാനമായ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ സമയം ചുരുക്കം കൊണ്ട് ഒരു പോയിന്റ് മാത്രമേ പറഞ്ഞു. ഈ നിക്ഷേപകരുടെ പരിരക്ഷയ്ക്ക് വേണ്ടി കേരളത്തിലെ സഹകരണ മേഖല സ്വീകരിച്ചിട്ടുള്ള നടപടി, അതിന് സമാനത ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്തും ഇല്ല എന്നുള്ള വിശ്വാസക്കാരനാണ്. അപ്പോൾ നമുക്ക് വളരാനുള്ള ഒത്തിരി കാഴ്ചപ്പാടും താല്പര്യങ്ങളും ഉണ്ട്. ജനങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. ജനങ്ങൾ കൂടെ ഇപ്പോൾ നമുക്കൊരു കസ്റ്റമേഴ്സ് ഒരു ബ്രാഞ്ചിലെ എണ്ണം കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കുറച്ചുകൂടെ സൗകര്യപ്രദമായ പുതിയ ബ്രാഞ്ച് ഉണ്ടാവും. ഇപ്പോൾ ബാങ്കിങ് സർവീസ് ഇല്ലാത്ത സ്ഥലത്തേക്ക് പുതിയ ബ്രാഞ്ചുകളാകാമെന്ന് BR ആക്ട് പറയുന്നുണ്ടല്ലോ. ശരി, നമുക്ക് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ 9 ബ്രാഞ്ചുകൾ, ഈ കോർപ്പറേഷൻ അതിർത്തിയിലുള്ള 32 ഉണ്ട്. അതിൽ 9 700 താഴെ അക്കൗണ്ടേ ഉള്ളൂ. ഇതൊന്നും രഹസ്യമല്ല, 700 താഴെ ഉള്ളൂ. അങ്ങയുടെ പ്രദേശമായിട്ടുള്ള കോഴിക്കോട് വടക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ 6428 അക്കൗണ്ടാണ് കോഴിക്കോട് ടൗൺ വെസ്റ്റ് ബ്രാഞ്ചിലുള്ളത്. ഇത് 700 പരം ഉള്ളൂ. ഇവിടെ 4 ജീവനക്കാരുണ്ട്, അവിടെ 4 ജീവനക്കാരുണ്ട്. ഞാൻ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? ഇത് നടത്തിക്കൊണ്ടുപോവുക. കറണ്ട് ചാർജ്, അതിൻ്റെ പ്രതിമാസ വാടക, ജീവനക്കാരുടെ ശമ്പളം ഒന്നും മുടക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇതൊരു പണി ചെയ്യുക, കുറച്ചും കൂടി ബാങ്കിങ് സൗകര്യങ്ങൾ അല്ലെങ്കിൽ സേവനം നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാവുന്ന ഒരു പഞ്ചായത്തിലേക്ക് മാറ്റാം. ഈ കോർപ്പറേഷനിൽ നമുക്ക് വടക്കേ മലബാറിലേക്ക് കൊണ്ടുപോകാം. അവരുടെ നിയമം അനുസരിച്ച് ഒരെണ്ണം മാറ്റാൻ അനുവാദം തരുന്നുണ്ടോ? ഒരെണ്ണം. അപ്പം ഞാൻ പറഞ്ഞ ഒരു വിഷമം നമുക്കുള്ളത്, വലിയ തോതിലുള്ള സ്വപ്നങ്ങളുണ്ട്. നമുക്ക് വിപുലപ്പെടാൻ ഈ കേരളത്തിൻ്റെ മണ്ണിൽ അസുലഭങ്ങളായ അനേക അവസരങ്ങളുണ്ട്. ജനങ്ങൾ തയ്യാറാണ്. പക്ഷേ ഇങ്ങനെ ചില വിലക്കുകൾ നമ്മുടെ ഡെമോക്രസിൻ്റെ വാള് പോലെ തലയ്ക്കുന്നുണ്ടപ്പോൾ ഞാൻ റിസർവ് ബാങ്കിനും നബാർഡിനും അന്ധമായ എതിരായിട്ട് കരുതരുത്. അനുഭവത്തിൽ ഞാൻ പറയാം, 1 ഇഞ്ച് മുന്നോട്ട് വിടാനോ നേരായ വഴിക്ക് ഒരു ശ്വാസം വിടാനോ കഴിയാത്ത വിലക്കുകൾ കൊണ്ട് വരുവാണ്. അത് ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഈ പറഞ്ഞ കാര്യമില്ലേ, 3 നില ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ മുകളിലിരിക്കുന്ന ബ്രാഞ്ച്
നമുക്ക് ചെന്ന് നോക്കിയാൽ കാണാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഒത്തിരി കാഴ്ചപ്പാടുകൾ കൊണ്ട് അനേക കാര്യങ്ങൾ ചെയ്യാൻ കഴിയും കേരള ബാങ്കിന് എന്നുള്ള ശുഭാപ്തി വിശ്വാസക്കാരനാണ്. ബാങ്കിന്റെ വളർച്ചയ്ക്ക് ഇനി കേരള ബാങ്കിനെ ആർജിക്കേണ്ടത് പ്രധാനമായും എനിക്ക് തോന്നുന്നത് പുതിയ തലമുറയുടെ ബിസിനസ്, അതായത് ഇപ്പോൾ പുതിയ തലമുറയാണ് ഇൻകം ഏൺ ചെയ്യുന്ന ജനവിഭാഗം എന്ന് പറയുന്നത് സമൂഹത്തിനകത്ത്. അവരുടെ ബിസിനസ്, അവരുടെ അക്കൗണ്ടുകൾ കേരള ബാങ്കിനകത്തേക്ക് വരണം. അതിന് ആധുനിക സേവനങ്ങൾ, സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കേരള ബാങ്കിന് സാധിക്കണം. അതുപോലെ തന്നെ കേരളത്തിനകത്തേക്ക് ധാരാളമായിട്ട് പണം വരുന്നത് സ്വാഭാവികമായിട്ടും കേരളത്തിനകത്ത് നിന്ന് പുറത്തു പോയി ജോലി ചെയ്യുന്ന വിദേശ മലയാളികൾക്ക് അവരുടെ അക്കൗണ്ടുകൾ സ്വീകരിക്കാൻ കഴിയുന്ന നിലയിൽ ബാങ്കിന് NRI അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനുള്ള RBIയുടെ ലൈസൻസ് സ്വായത്തമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ബാക്കി കിടക്കുക. ഇക്കാര്യത്തിൽ എന്തൊക്കെയാണ് കേരള ബാങ്ക് പുതുതായിട്ട് ആലോചിക്കുന്നത്? അതിപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വശം എന്നേക്കാൾ നന്നായിട്ട് ബെസ്റ്റായിട്ട് അറിയാവുന്ന ചോദ്യാർത്ഥാവാണ്. കാരണം ഈ കേരള ബാങ്കിൻ്റെ ഫോർമേഷൻ സമയത്ത് 19 കണ്ടീഷൻ അവർ പറഞ്ഞു. റിസർവ് ബാങ്ക് പറഞ്ഞിട്ടുണ്ട് 19 കണ്ടീഷൻ. അതിലിപ്പോൾ ഒന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവർ മുറുകെ പിടിക്കുന്ന ഒരു കാര്യം, നമ്മുടെ NPA അത് 10% താഴെ എന്ന് പറഞ്ഞാൽ അവർ പ്രതീക്ഷിക്കുന്ന ഒരു 7 എത്തിക്കണം. നമ്മളെ ഏൽപ്പിക്കുന്ന സമയത്ത് എന്താ 1157 കോടി ഈ 13 ജില്ലകൾ, അന്ന് മലപ്പുറം മെർജിങ്ങിൽ വന്നിട്ടില്ല, 13 ജില്ലകൾ ചേർന്ന് 1157 കോടി കടത്തിൽ മുങ്ങി നിൽക്കുകയാണ് ഈ സ്ഥാപനം. അങ്ങനെയാണ് ഇത് ഫോം ചെയ്യണത്. അതൊക്കെ 467 കോടിയുടെ കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ ഇതായി. ആ കണ്ടീഷനിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ പലതും പ്രാവർത്തിയാക്കാൻ നിൽക്കുന്നത് ഈ തിരിച്ചടവിൻ്റെ കാര്യത്തിൽ. ഇപ്പം തന്നെ വൺ ടൈം സെറ്റിൽമെൻറ്റ് കൊണ്ടുവന്ന് 10 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് ഒരു പലിശയില്ലാതെ തിരിച്ചടവിന് ഉള്ള സൗകര്യം നമ്മൾ ഒരുക്കി 3 മാസം കാത്തിരുന്നു. ആ എടുത്തയാളുടെ കയ്യിൽ പൈസ വേണ്ടേ തിരിച്ചടയ്ക്കാനായിട്ട്. അപ്പോൾ ബാങ്ക് പറഞ്ഞ 19 കണ്ടീഷനിൽ ഇപ്പോൾ അവശേഷിക്കുന്ന 4 കാര്യങ്ങൾ കൂടി നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞ ഒരു സംശയവും വേണ്ട, NRI ഉൾപ്പെടെ ഒരു കുത്തൊഴുക്ക് പോലെ തന്നെ സ്വീകരിക്കാനുള്ള കളം നമുക്കൊരുങ്ങുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ അതിലേക്കുള്ള വഴി തുറക്കുക. അതിനുള്ള കഠിന പരിശ്രമത്തിൽ, അത് ഈ 2024-25 സാമ്പത്തിക വർഷത്തെ നമ്മുടെ ഒരു വർക്കിൻ്റെ ടോട്ടൽ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ തലത്തിലും നമ്മൾ മുന്നേറിയിട്ടുണ്ട്. ചെറുപ്പക്കാരായ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സെറ്റപ്പ് മൊബൈൽ ബാങ്കിങ് ഉൾപ്പെടെ എല്ലാ QR കോഡിൻ്റെ സർവീസ് ഇപ്പോൾ നമ്മൾ സർവ്വസ്ഥലവും അതിൻ്റെ ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ട്. ഫലത്തിൽ ഡിജിറ്റൽ ബാങ്കിങ്ങിൽ ചെറുപ്പക്കാർ പ്രതീക്ഷിക്കുന്ന എല്ലാ സംവിധാനവും ഈ ഘട്ടത്തിൽ പൂർത്തിയാക്കിയ ഒരു സ്ഥാപനമാണ്. അതൊരു 2-2.5 മാസം മുമ്പ് ഒരു 1-2 കാര്യങ്ങൾ പ്രാവർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. അതും പൂർണ്ണതയിലെത്തി. അപ്പോൾ ചെറുപ്പക്കാർ യഥാർത്ഥത്തിൽ കടന്നു വരാതിരുന്ന അവരുടെ മനസ്സിലുണ്ടായിരുന്ന താല്പര്യങ്ങൾ, ഇന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ചെല്ലാമായിരുന്നു, അല്ലെങ്കിൽ അക്കൗണ്ട് എടുക്കാമായിരുന്നു. കാരണം ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്, ഒരു ഹോട്ടലിൽ ഇരിക്കുകയാണ്, പേയ്മെൻറ്റ് കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് മൊബൈൽ ബാങ്കിങ്, അത് ഇവിടെ അക്കൗണ്ട് തുടങ്ങി കഴിഞ്ഞാൽ പൈസ ഇവിടെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ സംവിധാനം ഇല്ല. അതുള്ള ബാങ്കുകളെ ആശ്രയിച്ച് അവർ പോയി. പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫുൾ ഫ്ലെഡ്ജഡായിട്ടുള്ള നിലയിൽ നമ്മൾ കൈവരിച്ചിട്ടുണ്ടാക്കാൻ ഈ ഒരു 5 വർഷം ഇതിൻ്റെ ഫോർമേഷൻ ടൈമിൽ ഇവരെല്ലാം കൂടി വിഭാവനം ചെയ്തൊരു കാഴ്ചപ്പാടുണ്ട്. എനിക്കൂടെ ഈ 5 കൊല്ലക്കാലമുണ്ട്. അതിലിപ്പോൾ നോൺ ബാങ്കിങ് അസറ്റ്സിൻ്റെ വിറ്റഴിക്കൽ പ്രക്രിയ ഒഴികെ, അതിപ്പോൾ 10 നില കെട്ടിടം അല്ലെങ്കിൽ 9 നില കെട്ടിടം ആലപ്പുഴ നമുക്ക് ആവശ്യമില്ല. 10 ഏക്കർ സ്ഥലം ഒരു ഭാഗത്ത് കിടക്കുന്നു, വിറ്റഴിക്കണം. കേരളത്തിൽ ആ കണക്ക് പിടിച്ചിട്ടേക്കുന്ന 100 കണക്കിന് ഏക്കർ ഭൂമി, കെട്ടിടങ്ങൾ, ഇതെല്ലാം ഉടനെ വിറ്റുപോകണം. 7 കൊല്ലത്തിൻ്റെ ഉള്ളിൽ വിൽക്കണം, അല്ലെങ്കിൽ ഇത്ര കൊല്ലത്തിൻ്റെ ഉള്ളിൽ തീർപ്പാക്കണം എന്ന് റിസർവ് ബാങ്ക് പറയുമ്പോൾ വളരെ ബഹുമാനവും ആദരവും ആ നിർദ്ദേശത്തിനുണ്ടെങ്കിലും വാങ്ങാനുള്ള നാട്ടുകാർ കൂടി തയ്യാറാവുണ്ട്. അത് വാങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ പ്രോഫിറ്റിൽ അത് കൊന്നുകൂടുകയാണ്. തീർച്ചയായിട്ടും അതാണ്. അങ്ങനെ ചില കാര്യങ്ങൾ
അവർ പറഞ്ഞ അനുശാസനയ്ക്ക് നമുക്ക് പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതല്ലാതെ ഒരു ബാങ്ക് അത് നടത്തിക്കൊണ്ട് പോകുന്ന കാര്യത്തിൽ എല്ലാ തരത്തിലും തീർച്ചയായിട്ടും ഇപ്പോൾ പറഞ്ഞില്ലേ ആ വായ്പ ഇതിൽ 55,000 കോടിയിൽ ഇപ്പോൾ നമ്മളെത്തി. 45 ബാങ്കുള്ളതിൽ 5.54 ലക്ഷം കൈവരിച്ചു. അതിലൊന്ന് കേരള ബാങ്കാണ്. അത് ആ വർഷമാണിത്. അപ്പോൾ അക്കാര്യത്തിൽ നിങ്ങൾ നോക്ക് 28% കാർഷിക മേഖലയ്ക്ക് വായ്പ കൊടുത്തിട്ടുള്ള മറ്റൊരു ബാങ്കിൻ്റെ പേര് പറയാം. അതെ, ശരിയാണ്. കേരളത്തില് കാർഷിക മേഖലയിൽ അല്ലെങ്കിൽ ദുരിതമനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വായ്പ കൊടുക്കുന്നതിന് സഹകരണ മേഖലയുടെ 4 അയലത്ത് ഒരു കൊമേഴ്ഷ്യൽ ബാങ്കും എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ലാഭകേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പ്രവർത്തന രീതിയല്ല സഹകരണ മേഖല നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് കേരളത്തിലെ പൊതുജനങ്ങൾക്കെല്ലാം അറിയാം. അതാണ് ഇതിൻ്റെ വിശ്വാസ്യതയും ജനകീയതയ്ക്കും പ്രധാനപ്പെട്ട കാരണം. പക്ഷേ ഇതിനെ യോജിപ്പിച്ച് കേരള ബാങ്ക് എന്ന നിലയിലേക്ക് ഉയർത്തുന്നതോടുകൂടി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് കേരള ബാങ്കിനെ കുറിച്ച് വലിയ പ്രതീക്ഷകളുണ്ട്. കേരളത്തിൻ്റെ സർക്കാരിനും കേരള ബാങ്കിനെ കുറിച്ച് വലിയ പ്രതീക്ഷകളുണ്ട്. വരുംകാല കേരളത്തിൻ്റെ, അതായത് ഇപ്പോൾ നവകേരള സൃഷ്ടിക്ക് കേരള ബാങ്കിന് ഏത് രീതിയിലുള്ള കോൺട്രിബ്യൂഷനാണ് നൽകാൻ കഴിയുക എന്ന് പറയാവോ? നമുക്ക് ഒത്തിരി സ്കീംസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഈ ലാഭകേന്ദ്രീകൃത അല്ല എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ എന്നെപ്പോലുള്ള ഒരാൾക്ക് വലിയൊരു ആശ്വാസം. കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നതും സഹകാരികളും ഇത്ര കോടി ലാഭം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ഒരു വിക്ടറിയുടെ സിമ്പിളായിട്ടാണ് കാണുന്നത്. ഒരു വിക്ടറിയുടെ സിമ്പിളായിട്ട്. അപ്പോൾ പോയ വർഷം 209 കോടി ലാഭത്തിലെത്തിയപ്പോൾ ഇപ്രാവശ്യത്തെ ഫൈനൽ ഈ 30-ാം തീയതിയോട് കൂടിയാണ് ഫൈനൽ ചിത്രം. എങ്കിലും ഒരു 10-20 കോടിയുടെ മുകളിലെത്തിയിട്ടുണ്ട് ലാഭം നമുക്ക്. അപ്പം ലാഭകേന്ദ്രീകൃത അല്ല എന്ന് പറയുമ്പോൾ തന്നെ ലാഭം ഉണ്ടാകാനുള്ള, നമ്മൾ ബോധപൂർവം അല്ലെങ്കിലും ഉണ്ടാകാനുള്ള എല്ലാ സവിശേഷതയും നമുക്കുണ്ട്. പിന്നെ സാമൂഹ്യമായ രംഗത്ത് നമ്മൾ സേവനപരമായി ചെയ്യുന്ന പ്രവൃത്തി, പിന്നെ അതിനകത്ത് എത്രയാ ഇന്ത്യയിൽ ഒരു സ്ഥാപനം ചെയ്യാൻ കഴിയാത്ത ഭവന നിർമ്മാണ രംഗത്ത് ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് സഹകാരികളുടെ പണം ആണ് കേരളത്തിലെ സഹകരണ മേഖല പോയ വർഷം അത്ഭുതപ്പെടുത്തുന്ന കണക്കാണ് ആ വീട് നിർമ്മാണത്തിൻ്റെ കാര്യം. അത് ശാഖോപശാഖകൾ. അതുപോലെ തന്നെ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളുടെ ചികിത്സാ സഹായം മുതൽ സഹകരണ മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള കൈത്താങ്ങ് മറ്റൊരു ബാങ്കുകൾക്കും ചെയ്യാൻ കഴിയാത്ത പ്രവൃത്തിയുണ്ട്. ഇത്തവണ ഇപ്പോൾ ഒരു വലിയ ഇതായിട്ട് നിൽക്കുന്ന വലിയ എമൗണ്ട് അല്ലെങ്കിലും ഒരു 5 കോടി താഴെയുള്ള എമൗണ്ടാണ് നമ്മൾ വയനാട് ദുരന്തത്തിന് ഇരയായ ആളുകളുടെ കടം. അതായത് അവരോടത് ഈടാക്കണം എന്ന് പറഞ്ഞ് നോട്ടീസ് അയക്കാൻ, ആ നോട്ടീസ് കൈപ്പറ്റാൻ വീടോ കുടുംബാംഗങ്ങളോ ജീവിച്ചിരിക്കുന്നില്ല, പിന്നെ ആരൊക്കെ നോട്ടീസ് അയക്കണത്? ഇപ്പോൾ കേരള ബാങ്ക് ഒഴികെയുള്ള പല ബാങ്കും നോട്ടീസ് ബന്ധുമിത്രാദികളുടെ പേരിൽ വീട്ടിൽ കൊണ്ട്, എനിക്ക് നന്നായി പരിശോധിച്ചിട്ട് പറയല്ലെങ്കിലും കേട്ടുകൾ വഴി എടുത്താൽ എന്തുകൊണ്ടാണ് ഇതര സ്ഥാപനങ്ങൾ ഞങ്ങളുടെ വായ്പകൾ, ഞങ്ങൾ കൊടുത്തിട്ടുള്ള വായ്പകൾ ഈ പ്രത്യേക സാഹചര്യം നാടിനെ ഞെട്ടിക്കുന്ന ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ഞങ്ങൾ ഈ ജനങ്ങളുടെ കാശം കൊണ്ടാണ് ഈ പ്രവർത്തിക്കുന്നത്. അതിൽ ഒരു ചെറിയ കൈത്താങ്ങായി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും, ഞങ്ങൾ തീരുമാനിക്കുകയാണ്. ഹൈക്കോടതി ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ട് പോലും നിങ്ങൾക്ക് എന്താ കഴിയാത്തതെന്ന് അവരോട് ഹൈക്കോടതി ചോദിക്കണം. കേരള ബാങ്കിന് കഴിഞ്ഞല്ലോ എന്ന് പറയണം. അപ്പം ഞാൻ പറഞ്ഞത് ഈ സാമൂഹ്യ സേവന രംഗത്ത് നടത്തുന്ന അനേക കാര്യങ്ങളുണ്ട്, അത് ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ ചെയ്യും. ഇപ്പം തന്നെ സഹകാരികളുടെ മക്കളുടെ വിദ്യാഭ്യാസ രംഗം മുതൽ ഒത്തിരി കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് കടന്നു ചെല്ലാൻ കഴിയും. അപ്പോൾ അതിലെല്ലാം ജനങ്ങൾക്ക് എല്ലാ തരത്തിലും അവരുടെ വിഷമതയിലും അവരുടെ ദുരന്തത്തിലും അതുപോലെ അവരെ ഒരു കൈത്താങ്ങിന് വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ ഘട്ടത്തിലും ശക്തമായ ഒരു സംരംഭമായ ഒരു വടവർഷം പോലെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം, പ്രത്യേകിച്ച് കേരള ബാങ്ക് നിലനിൽക്കണം എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുകയാണ്. അത് ആ ലക്ഷ്യത്തിലെത്തും എന്നുള്ള പൂർണ്ണ വിശ്വാസക്കാരനാണ്.